എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ ചെറിയ കുട്ടികളെ ഏറെ ആകർഷിക്കുന്നതാണ് വനിതാ ശിശു വികസന വകുപ്പിന്റെ പവലിയൻ. കൊച്ചു കൊച്ചു കളികൾ തന്നെയാണ് കുട്ടികളെ കൂടുതലായും ഇവിടേക്ക് ആകർഷിക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. പ്രധാനമായും അംഗൻവാടി കുട്ടികളെയും രക്ഷിതാക്കളെയും ലക്ഷ്യം വെച്ചാണ് വനിതാ ശിശു വികസന വകുപ്പ് പവലിയൻ സജ്ജീകരിച്ചിട്ടുള്ളത്. കുട്ടികളുടെ ഏകാഗ്രതയും ലക്ഷ്യബോധവും വർദ്ധിപ്പിക്കാൻ പാകത്തിലുള്ള ചെറുകളികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അംഗൻവാടിന്റെ കളിയുപകരണങ്ങൾ, അതുപോലെ തീമിന് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളത് നമ്മളെ അങ്കണപ്പൂമഴ, അങ്കണ തൈമാവ് അതൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അംഗൻവാടികളിൽ നടക്കുന്നത് തീം ബേസ്ഡ് പ്രവർത്തനമാണ്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 3:30 വരെയാണ് അംഗൻവാടിൻ്റെ സമയം. ഇന്നിപ്പം കാണികളെ ആകർഷിക്കേണ്ട രീതിയിൽ അവിടെ ഒരു ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ എന്താ പറയേണ്ടത് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത് അമലയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ ഇവിടെ നടക്കുന്നുണ്ട്. സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി പീഡനത്തിനൊരു കാരണമാണോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. അതിൽ കുറേ ആൾക്കാർ യെസ്, കുറേ ആൾക്കാർ നോ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വഴി കൊടുക്കുന്ന എല്ലാ സ്കീംസിൻ്റെ പ്രദർശനം ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്വിസ് മത്സരം ഇപ്പോൾ ഓൾറെഡി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. കുട്ടികളുടെ വളർച്ചയും തൂക്കവും നിരീക്ഷിക്കാനും ബോഡി മാസ് ഇൻഡെക്സ് കണക്കാക്കി ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാനും ജീവനക്കാരുമുണ്ട്. ഒരു അംഗൻവാടി എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ മാതൃകയും ഇവിടെ കാണാം. കൗൺസിലിംഗ് ആൻഡ് പാരന്റിംഗ് ക്ലിനിക്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും കൗൺസിലിംഗിന് സൗകര്യവുമുണ്ട്. പോഷകാഹാര പ്രദർശനം, പോഷൺ സെൽഫി പോയിന്റ്, വ്യത്യസ്ത വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒപ്പുശേഖരണം എന്നിവയും സ്റ്റാളിനകത്ത് നടക്കുന്നു. കളർ തീം അടിസ്ഥാനമാക്കിയാണ് സ്റ്റാളിൻ്റെ പ്രവർത്തനം. ഓരോ ദിവസവും വ്യത്യസ്ത നിറങ്ങളിലാണ് സ്റ്റാൾ കാണപ്പെടുക. അമല മാത്യു, ആൻസി വിജയൻ എന്നിവരാണ് കളികൾ നിയന്ത്രിക്കുന്നത്. ജില്ലാ കോർഡിനേറ്റർ ബിപിൻ പവിത്രനാണ് സ്റ്റാളിന്റെ ചുമതല. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വിവിധ പദ്ധതികൾ പരിചയപ്പെടുത്താനും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.